സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നും പ്രതികളെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കാസർഗോട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് തുടക്കമായി. കുണിയ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരന് ക്രൂരമർദ്ദനം. കൊലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാറുകൾ അപൂർവമായിരുന്ന കാലത്ത് തന്റെ കാറിലൂടെ ഒരു നാടിനാകെ ആശ്രയമായി മാറിയിരുന്ന ആലമ്പാടിയിലെ കാർ അന്തോൻചയുടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ കഥ പറയുന്ന ഒരു നാടിന്റെ കാർ എന്ന പുസ്തക പ്രകാശനം നടന്നു. പനത്തടി പഞ്ചായത്ത് പൊതുജന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും പ്രതികളെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കാസർഗോട്ട് പറഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPMൻ്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ CPM നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്. അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന നവയുഗയാത്ര നാളെ, പുതുയുഗയാത്ര നാളെ കാസർഗോഡ് ആരംഭിക്കും. കുമ്പളയിൽ നിന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് പുതുയുഗയാത്ര ഉദ്ഘാടനം ചെയ്തത്. UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള, തങ്ങൾ ഉൾപ്പെടെയുള്ള, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കുന്ന പുതുയുഗയാത്രയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിലെ ഒരുക്കങ്ങളെല്ലാം കാസർഗോഡ് ജില്ലാ UDF നേതൃത്വം നന്നായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകും. പുതുയുഗയാത്രയിലെ എന്താണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്? അതെ, ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം,
അതിനെല്ലാം ബദലായിട്ടുള്ള പൊതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയം. ശബരിമല വളരെ സജീവ ചർച്ചാ വിഷയം തന്നെയാണ്. നിയമസഭയിൽ അത് ആളിക്കത്തിയിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചയ്ക്കൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. അത് പുരോഗമിക്കുക, നടന്നുകൊണ്ടിരിക്കുക. അതെ, ഞങ്ങൾ ഒറ്റ യാത്ര എല്ലാവരും ഒന്നിച്ച അവര് പല അവരതെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട ടീമാണ്, വിഭജിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും തീരുമാനിച്ചില്ല. കോൺഗ്രസ് നേതൃത്വം ഈ ഇലക്ഷനിൽ സിറ്റിംഗ് MLA എല്ലാവരും മത്സരിക്കും. അത് തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് തീരുമാനിക്കും. ഈ ചില സീറ്റുകളൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സീറ്റുകൾ നോക്കി കോൺഗ്രസും മറ്റു ഘടകകക്ഷികളും അതൊക്കെ എല്ലാ കാര്യങ്ങളും അല്ല, സീറ്റ് ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്നു. ഇല്ല, ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലമൊക്കെ വേണമെന്നൊക്കെയാണ് ലീഗ് പറയുന്നത്. അതെ, തിരുവനന്തപുരത്തെ രക്തസാക്ഷി കുടുംബ അംഗങ്ങൾ കോൺഗ്രസിൽ ചേരുന്നു എന്നറിയുന്നതിനുള്ള വലിയ സന്തോഷം അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് തുടക്കമായി. കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമൂഹത്തിന് ആത്മീയ ചൈതന്യം പകർന്ന 100 വർഷങ്ങളുടെ സ്മരണകളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ ഉജ്ജ്വലമായ തുടക്കമായി. സൗദി അറേബ്യ, ഇറാഖ്, മൊറോക്കോ, ഈജിപ്ത്, ശ്രീലങ്ക തുടങ്ങി 10ഓളം രാജ്യങ്ങളിൽ നിന്നും അജ്മീർ, ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹൈദരാബാദ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി എത്തിച്ച 100 പതാകകളാണ് സമ്മേളനവേദിയിൽ ഒരേ സമയം ഉയർത്തിയത്. പ്രധാന പതാക സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തി. സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം എന്ന ചരിത്ര സംഭവത്തിനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയ ഉമ്മത്ത് ഏറെ ആഗ്രഹിച്ച ഒരു ദിനമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സംസാരം വെറും വാക്കുകളിലൂടെ ആവില്ല, ഹൃദയത്തിൽ നിന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ ഉദ്ഘാടനവേദിയിൽ നമുക്ക് ഈ സദസ്സിനോട് സംവദിക്കുവാൻ സാധിക്കും. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പന്തലിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരു 1/4 നൂറ്റാണ്ട് മുമ്പത്തെ ചില ഓർമ്മകളാണ്. അന്ന് വാദിനൂർ എന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ദശവാർഷിക സമ്മേളനം കുറ്റിപ്പുറത്ത് നിളാതീരത്ത് നടന്നിരുന്നു. അന്ന് ഇതുപോലെയുള്ള തെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമർ മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പതാകകൾ ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരന് ക്രൂരമർദ്ദനം. കൊലാച്ചിയടക്കം സ്വദേശി അബ്ദുൽ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് സഹോദരങ്ങളായ 3 അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്.
4 ദിവസം മുൻപ് ഈ വിഷയത്തിൽ അബ്ദുൽ ഹാരിസും അക്രമി സംഘാംഗവും തമ്മിൽ വാക്തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 3 അംഗ സംഘം കോലാച്ചിയടുക്കത്ത് വെച്ച് ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തന്നെ ആക്രമിച്ചതെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഹാരിസ് ഇപ്പോൾ ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ മർദ്ദനത്തിൽ തലയ്ക്കും ദേഹമാസകലവും പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകരുകയും ചെയ്തിട്ടുണ്ട്. 3 അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അക്രമി സംഘത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. സംഭവം ചെറിയൊരു റോഡിൽ അവന് വണ്ടി പാർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇതായിരുന്നു വേറെ. പിന്നെ ആ വാക്ക് തർക്കം കൊണ്ട് അവന് വല്ലാതെ ദേഷ്യപ്പെട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഉപ്പാനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നു. സ്വത്ത് കയ്യാറാൻ ശ്രമിക്കുന്നു. നാട്ടിലൊരു ഒരു ക്രിമിനലാണ്. അവനും അവൻ്റെ 2 അനിയന്മാരും ക്രിമിനലാണ്. പിന്നെ എപ്പോഴും വീടിൻ്റെ അടുത്ത് വന്നിട്ട് ആ ശീലം പറയും വൈഫോടും മക്കളോടൊക്കെ കുട്ടികളോടൊക്കെ. എൻ്റെ റോഡ് സൈഡ് തന്നെ എൻ്റെ വീട്. പിന്നെ കുട്ടികളെ മദ്രസയിൽ പോകുമ്പോൾ വണ്ടി ഇടിക്കാൻ നോക്കും. പിന്നെ പൊതുവെ അവന് ഒരു പോലീസുകാരൊക്കെ അവൻ്റെ കയ്യിലാണെന്നുള്ള ഒരു ധാരണയും എല്ലാവരോടും ഭീഷണിപ്പെടുത്തും. അവന് കേസ് ഒരു പുത്തിരിയല്ല. അവൻ്റെ അനിയന്മാർക്കൊക്കെ ഒരുപാട് കേസുണ്ട്. ശരിക്കും അടിച്ച് അവർ 3 പേര്. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ അവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു 6:40 ടൈമിൽ വൈകുന്നേരം. അടിച്ചെന്ന് വെച്ചാൽ ഇരുമ്പ് വടി കൊണ്ട് തലയിലേക്ക് എന്നെ കൊല്ലുമെന്ന് വെച്ച് തലയിലേക്ക് മൂക്കിലേക്കൊക്കെ അടിച്ച് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടിച്ച്, പിന്നെ ഈ കൈ ഇവിടെ ഇത് പൊട്ടിച്ച്, കാല് കാര്യങ്ങളൊക്കെ അടിച്ച് 3 പേര് കൂടി അടിച്ച്. അബ്ദുൽ അസീസും പിന്നെ അബ്സീർ, ആഷിഖ് എന്ന് പറഞ്ഞിട്ട് പൊതുവെ അവർ ഒരു ഗുണ്ട സ്റ്റൈൽ തന്നെ. പിന്നെ രാഷ്ട്രീയം യൂസ് ചെയ്യുന്നുണ്ട് അവർ. സ്വാധീനം ചെലുത്തിയിട്ടാണ്. പ്രത്യേകിച്ചിട്ട് അവർക്ക് നമ്മളെ ഈ സ്വത്ത് കൈയാറാനൊക്കെ ശ്രമിക്കുന്നുള്ളത് വലിയ ഓഫീസ് നമ്മളെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവന് കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കൂട്ടു നിന്നിട്ടാണ് അവൻ്റെ എല്ലാ തമ്മാടിത്തരങ്ങളും അവന് ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സംരക്ഷണമാണ് എനിക്ക് ഇത്ര പറയാനുള്ളത്. സംരക്ഷണമാണ്. കാരണം ഏത് ഭാഗത്തായാലും പ്രശ്നം എനിക്ക് സംരക്ഷണമാണ്. വീട്ടിൽ എൻ്റെ ഭാര്യ, മക്കൾ, ഉപ്പ ഉമ്മ എന്ന് വെച്ചാൽ സുഖമില്ലാതെ സ്ട്രോക്ക് പേഷ്യൻ്റ് കാര്യങ്ങളാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിപ്പോൾ വകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ശല്യം കൊണ്ട് പണിക്ക് പോകാനോ കാര്യങ്ങളോ പറ്റുന്നില്ല. ഇവനെപ്പം ഭീഷണിയാണ്. കൊട്ടേഷനും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു ടീംസാണ് ഈ അസീസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെ മുമ്പിലും എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും സാക്ഷി പറയാനോ ഒന്നും നിൽക്കില്ല. എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും ഒന്നും മിണ്ടൂല. അപ്പോൾ അവൻ ചോദിച്ചത് പൈസയോ കാര്യങ്ങളോ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വഴിക്ക് അവൻ അടിയും മുടിയും കാര്യങ്ങളുണ്ട്. അനിയന്മാരെ വെച്ചിട്ട് പിന്നെ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. സംസാരിക്കാനും പോലും പറ്റുന്നില്ല. അത്രക്കും പിന്നെ തലയുടെ പ്രശ്നങ്ങളുണ്ട്. മൂക്ക് കാര്യങ്ങൾ തല കറങ്ങി. തന്നെ ആക്രമിച്ചവർ ഇപ്പോഴും നാട്ടിൽ വിലസുകയാണെന്നും നാടിന്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഈ സംഘത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അബ്ദുൽ ഹാരിസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറുകൾ അപൂർവമായിരുന്ന കാലത്ത് തന്റെ കാറിലൂടെ ഒരു നാടിനാകെ ആശ്രയമായി മാറിയിരുന്ന ആലമ്പാടിയിലെ കാർ അന്തോൻചിയുടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ കഥ പറയുന്ന ഒരു നാടിന്റെ കാർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അബുദാബി ഹംദാൻ സ്പൈസി കഫേ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വ്യവസായ പ്രമുഖനും സൈഫ് ലൈൻ ബിസിനസ് ഗ്രൂപ്പ് MD-യുമായ ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ പ്രകാശനം നിർവഹിച്ചു. ലുലു മാൾ മദീനത്ത് സായിദ് ജനറൽ മാനേജർ അബ്ദുൾ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രചയിതാവ് എബി കുട്ടിയാനം പുസ്തകം പരിചയം നടത്തി. മുഹമ്മദ് ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. CL ലത്തീഫ് സ്വാഗതം പറഞ്ഞു. സ്കൈ ഗ്രൂപ്പ് MD ഷെരീഫ് കോളിയാട്, ലീൻ ഗ്രൂപ്പ് ഡയറക്ടർ ഹസീബ് അതിഞ്ഞാൽ, ബെസ്റ്റ് ടീ കഫേ ഡയറക്ടർ ഖാദർ ബേക്കൽ, KMCC നേതാക്കളായ ഹനീഫ് പടിഞ്ഞാർമൂല, അസീസ് പെർമുദെ, അനീസ് മാങ്ങാട്, ഉംബു ഹാജി പെർല, ഹനീഫ് മാങ്ങാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പനത്തടി പഞ്ചായത്ത് പൊതുജന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്ത് ഹാളിൽ വെച്ച് കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസ് ഹോസ്ദുർഗും സംയുക്തമായി ചേർന്ന് ഏകദിന ശില്പശാല നടത്തി. പൊതുബോധവൽക്കരണ ശില്പശാലയുടെ ലക്ഷ്യം സ്ത്രീകളുടെ കൂട്ടായ്മയെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട നൂതന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് പറഞ്ഞു. സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു പൊതു ബോധവൽക്കരണ ശില്പശാലയാണ് നടക്കുന്നത്. കേരള സർക്കാരിന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു സംരംഭകർ അവർ ഏത് രീതിയിൽ ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുതിയതായി സംരംഭത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളെയും ഇന്നത്തെ ഈ ബോധവൽക്കരണ ശില്പശാലയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ ശില്പശാലയോടനുബന്ധിച്ച് നൽകി വരുന്നുണ്ട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി എം അധ്യക്ഷത വഹിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വ്യവസായ വികസന ഓഫീസർ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ അബിൻ മോഹനും സേവനങ്ങളെക്കുറിച്ച് മുൻ വ്യവസായ വികസന ഓഫീസർ എൻ അശോകും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ജെയിംസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ അജിത്, വാർഡ് മെമ്പർ മോഹൻദാസ്, പനത്തടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് ഡാനിയൽ, പനത്തടി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ചന്ദ്രമതി അമ്മ എന്നിവർ സംസാരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി ഇഷാദ് സ്വാഗതവും പനത്തടി ഗ്രാമപഞ്ചായത്ത് BOSP ശ്രീരാജ് MR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ കേരള വിരുദ്ധ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കാലിക്കടവ് ടൗണിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് ഒഴിവാക്കുകയും കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കാലിക്കടവിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിഷേധത്തിലാണ് ഇന്നലെയും ഇന്നുമായി ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ബജറ്റ്, ഇന്ത്യൻ യൂണിയൻ ബജറ്റ് നമ്മുടെ രാജ്യത്ത് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി അവതരിപ്പിച്ച ഘട്ടത്തിൽ കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷവും കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഭരണകൂടം ഈ കഴിഞ്ഞ 11 വർഷക്കാലവും കേരളത്തിന്റെ പേരേ പരാമർശിക്കാതെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ തവണ 2026 ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് കടലാമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. കടലാമയ്ക്ക് വേണ്ടിയുള്ള സഞ്ചാരപാത ഒരുക്കും എന്നാണ് ഈ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത്. തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ബജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഉമേഷ് പിലിക്കോട്, ബ്ലോക്ക് സെക്രട്ടറി KV യദു, ബ്ലോക്ക് ട്രഷറർ വൈശാഖ് കൊടക്കാട്, ജോയിന്റ് സെക്രട്ടറിമാരായ P സനൽ, സിദ്ദുലാൽ IT, വൈസ് പ്രസിഡന്റുമാരായ KV വിപിൻ, P റോജ, എക്സിക്യൂട്ടീവ് അംഗം M കൃഗേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 9 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കായിക താരങ്ങൾക്കും സംഘാടകർക്കും ആഹ്ലാദം പകരുന്ന തരത്തിൽ നടക്കാവിൽ സ്ഥാപിതമായ MRC കൃഷ്ണൻ സ്മാരക ജില്ലാ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ഫെബ്രുവരി 8 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിട്ടുകൊടുത്ത നടക്കാവിലെ 14 ഏക്കർ വരുന്ന സ്ഥലത്ത് നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ 50 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നീന്തൽക്കുളത്തിൽ ജലശുദ്ധീകരണ സൗകര്യം പ്രത്യേകതയാണ്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ എന്നിവയ്ക്കൊപ്പം മറ്റ് ഇൻഡോർ കളികളും നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പരിശീലനത്തിനായി പ്രകൃതിദത്ത 7s ഫുട്ബോൾ ടർഫും വിവിധോദ്ദേശ സ്റ്റേഡിയത്തിലുണ്ട്.
പ്രമുഖ കായിക പരിശീലകനായിരുന്ന തൃക്കരിപ്പൂർ എടാട്ടുമല്ലിലെ MRC കൃഷ്ണന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ഫെബ്രുവരി 8 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിക്കും. സ്റ്റേഡിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ആരംഭിക്കണമെന്ന തീരുമാനമാണ് ഒന്നാം പിണറായി സർക്കാർ 2002 അധികാരത്തിൽ നിന്നുപ്പെടുത്തുന്നത്. രണ്ട് മേഖലയിലാണ്, കലാ സാംസ്കാരിക രംഗത്തും കായിക രംഗത്തും ജില്ലാതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണെന്ന് ആലോചിച്ചു. അപ്പോൾ സ്പോർട്സ് രംഗത്ത് ഇതുപോലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയവും മറ്റൊരു വലിയ സാംസ്കാരിക സ്ഥാപനം എന്ന നിലക്കുള്ള വലിയ സംവിധാനമാണ്. അത് നമ്മുടെ കലാസാംസ്കാരിക രംഗത്ത് TSD മുമ്പിനെ എന്നൊക്കെയുള്ള ഏറ്റവും വിപുലമായ സൗകര്യമുള്ള സ്ഥാപനമാണ് മടിക്കേരി പഞ്ചായത്ത്. അതിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സ്പോർട്സ് എന്ന നിലയ്ക്ക് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ, അത്ലറ്റിക്സ് ആയാലും ഗെയിംസ് ആയാലും ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ കായിക മേഖലയിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന അപൂർവ പഞ്ചായത്തുകളിലൊന്നാണ് നമ്മുടെ ജില്ലയിലെ പഞ്ചായത്ത്. അതിന് പുറമെ നമ്മുടെ ഹോസ്റ്റൽ താലൂക്കുകൾ പരിശോധിച്ചാലും പ്രത്യേകിച്ച് ഗെയിംസ് ഇനങ്ങളിൽ കബഡി, വോളിബോൾ, ഫുട്ബോൾ എന്നീ മേഖലകളിൽ നിരവധി ടീമുകൾ ഈ പ്രദേശത്താണ് വിജയികളെ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സറഫുള്ള അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, കാഞ്ഞങ്ങാട് DYSP KP സുരേഷ് ബാബു, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B. ഡാലിയ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം PP. അശോകൻ എന്നിവർ സംസാരിച്ചു. M. രാജഗോപാലൻ MLA ചെയർമാനും സംസ്ഥാന കായിക യുവജന മന്ത്രാലയം ഡയറക്ടർ V. വിഷ്ണുരാജ് ജനറൽ കൺവീനറുമായി 21-അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൈക്ക ഇഗ്രഹ് സ്കൂൾ വാർഷികാഘോഷം റൈസിംഗ് സ്റ്റാർ വർണ്ണ വിസ്മയമായി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. പൈക്ക ബാലടുക്ക ബദർ മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇഗ്രഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 3ാം വാർഷികാഘോഷം വർണ്ണവിസ്മയമായി. പിഞ്ചു വിദ്യാർത്ഥികളുടെ ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, വട്ടപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. ആർട്ട് ഫെസ്റ്റ്, ടാലന്റ് പരീക്ഷ എന്നിവയിൽ സ്റ്റേറ്റ് ലെവലിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. സമാപന പൊതുസമ്മേളനം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. ബദർ മസ്ജിദ് പ്രസിഡന്റ് ഹനീഫ കരിങ്ങപ്പള്ളം അധ്യക്ഷത വഹിച്ചു. ബദർ മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി BA ഇബ്രാഹിം, B. കുഞ്ഞാമു ഹാജി, ഖാലിദ് ഹാജി കോർക്കൊച്ചി, BA റഹ്മാൻ ഹാജി, റഹ്മാൻ കല്ലായം, KP ഹമീദ്, റഹീം ജിമ്മു, അബ്ദുൾ റഹ്മാൻ ഹാജി, അബ്ദു കുണ്ടിൽ, നവാസ് കല്ലായം, നസീമ ടീച്ചർ, റുക്സാന ടീച്ചർ, അഫീഫ ടീച്ചർ, തസീമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ കോർഡിനേറ്റർ BK ബഷീർ പൈക്ക സ്വാഗതവും റഹീം കല്ലായം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരം വികസന വിജ്ഞാനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി നാലപ്പാടം കുശവൻകുന്ന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം അക്ഷര കരോൾ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരം വികസന വിജ്ഞാനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി നാലപ്പാടം കുശവൻകുന്ന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം അക്ഷര കരോൾ നടത്തി. സാംസ്കാരിക നായകരുടെ ചിത്രങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ കൈയിലേന്തി സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത അക്ഷര കരോൾ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ K. മീന അധ്യക്ഷത വഹിച്ചു. MT പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. K. മോഹനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥാലയം ലൈബ്രറിയൻ NV പുഷ്പ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രതീഷ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കൈകൊട്ടിക്കളി മത്സരം 28-ന് മേലാങ്കോട്ട സ്കൂളിൽ ബ്രോഷർ പ്രകാശനം നടന്നു. സേവന സന്നദ്ധ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരേ പേരിലുള്ള ആളുകളുടെ കൂട്ടായ്മയിലുള്ള രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ 6ാമത് സ്നേഹസംഗമത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഈ മാസം 28-ന് ശനിയാഴ്ച
7 മണി മുതൽ മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റിൽ നടക്കുന്ന ജില്ലാതല കൈകൊട്ടിക്കളി മത്സരത്തിന്റെ വിവരങ്ങളടങ്ങിയ ബ്രോഷർ പ്രകാശനം നടന്നു. അരിയാമ്പൂർ കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രതീഷ് കൂട്ടായ്മ നടത്തുന്ന ജില്ലാതല കൈകൊട്ടി കളി മത്സരത്തിൻ്റെ ബ്രോഷർ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിന്ന് ഒരുപാട് കൂട്ടായ്മകൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് രതീഷ് കൂട്ടായ്മ. വളരെ മാതൃകാപരമായ രക്തദാനം അതുപോലുള്ള കാർഷിക മേഖലയിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് വളരെ നല്ല പ്രവർത്തനമാണ് രതീഷ് കൂട്ടായ്മ കാഴ്ചവെച്ചിട്ടുള്ളത്. പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയും മുൻകാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് രതീഷ് കൂട്ടായ്മ. പേരിൽ എന്തിരിക്കുന്നു എന്നതിനുള്ള ഒരു അർത്ഥം രതീഷ് കൂട്ടായ്മ കാണിച്ചു തന്നിരിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ MK വിനോദ് കുമാർ ബ്രോഷർ ഏറ്റുവാങ്ങി. ബാലകൃഷ്ണൻ പള്ളോട്ട്, M. പുഷ്പലത, K. ശരത്, A. പ്രീജ, രേണുക രാമകൃഷ്ണൻ, P. മുരളി, ഗീത അശോക്, ആകാശ് പ്രഭാകർ എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് ക്ലബ് കമ്മിറ്റി അംഗം K. ശ്രീധരൻ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ രതീഷ് കാലിക്കടവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ഗുളികസ്ഥാനത്ത് വൃന്ദാവൻ കീക്കാൻ ഗ്രാനൈറ്റ് പാകിയതിന്റെ ഉദ്ഘാടനം നടന്നു. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. മഹാവിഷ്ണു ക്ഷേത്ര ഗുളികസ്ഥാനത്ത് വൃന്ദാവന കീക്കാൻ ഗ്രാനൈറ്റ് പാകിയതിന്റെ സമർപ്പണം നടന്നു. ബ്രഹ്മശ്രീ KU പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നും പ്രതികളെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സമസ്ത കേരള ജമീത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് തുടക്കമായി. കുണിയ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരന് ക്രൂരമർദ്ദനം. കൊലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാറുകൾ അപൂർവമായിരുന്ന കാലത്ത് തന്റെ കാറിലൂടെ ഒരു നാടിനാകെ ആശ്രയമായി മാറിയിരുന്ന ആലമ്പാടിയിലെ കാർ അന്തോൻചയുടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ കഥ പറയുന്ന ഒരു നാടിന്റെ കാർ എന്ന പുസ്തക പ്രകാശനം നടന്നു. പനത്തടി പഞ്ചായത്ത് പൊതുജന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.